തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ദേശീയപാതയിൽ ഏതാണ്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെയ്യാറ്റിൻകര നഗരമധ്യത്തിൽ എത്താം. നെയ്യാറ്റിൻകര വാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ദേശീയപാതയോട് ചേർന്ന് അതിമനോഹരമായ കമാനം, അതിനു മുകളിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥിയുടെ ശില്പം. ഇത് ചരിത്രപ്രസിദ്ധവും ഐതിഹ്യ സമ്പുഷ്ടവുമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഓങ്കാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഈ പ്രദേശത്ത് പച്ചപ്പട്ട് ചാർത്തി ഒഴുകുന്ന നെയ്യാറിന്റെ തീരങ്ങൾ ഉൾപ്പെട്ട പ്രദേശമായതുകൊണ്ടാണ് ഇവിടം നെയ്യാറ്റിൻകര ആയത്. പണ്ട് ഈ ദേശത്തിന്റെ പേര് തെങ്ങനാട് എന്നായിരുന്നുവെന്നാണ് വിശ്വാസം. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. സ്വദേശാഭിമാനിയുടെ ജന്മദേശം എന്ന നിലയിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ കർമ്മമണ്ഡലം എന്ന നിലയിലുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും ഇടം നേടിയ സ്ഥലമാണിത്. ചുരത്തുമെൻ ജീവന് നീ മോക്ഷ കറുക നാം വേകുമോ കണ്ണാ, കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ. ഇവിടെ ഒഴുകുന്ന നദി എങ്ങനെയാണ് നെയ്യാറായി മാറിയത് എന്നതിനെപ്പറ്റി പുരാണ സംബന്ധമായ ഒരു കഥ നിലവിലുണ്ട്. പണ്ട് അഗസ്ത്യമുനി സഹ്യപർവ്വതത്തിലെ തന്റെ ആശ്രമത്തിൽ യാഗം നടത്തുകയായിരുന്നു. വില്ലുമംഗലം സ്വാമിയാരും ഈ യാഗവേദിയിൽ സന്നിഹിതനായിരുന്നു. യാഗശാലയുടെ കോണിൽ നിരത്തിവച്ചിരുന്ന നെയ്കുംഭങ്ങളിൽ ചിലത് ചരിഞ്ഞു കിടന്നിരുന്നു. അവയിൽ നിന്നൊഴുകിയ നെയ്യ് ഒരു നദിയായി പുറത്തേക്ക് ഒഴുകിയെന്നും അങ്ങനെയാണ് നെയ്യാറിന്റെ ഉത്ഭവം എന്നുമാണ് ഐതിഹ്യം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭാഗവതത്തിലെ മത്സ്യാവതാര കഥ വിവരിക്കുന്ന ഭാഗത്ത് മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് എത്തിയത് നെയ്യാറിലാണെന്ന് വാദിക്കാൻ സഹായകമായ ചില സൂചനകളുണ്ട്. ഘൃതമാലയാകിയ നദി എന്ന പ്രയോഗമുണ്ടതിൽ. ഘൃതമാലയാകിയ നദി എന്നാൽ അർത്ഥം നെയ്യാർ എന്നതാണ്. കൊക്കരണിയിൽ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇവിടത്തെ കൊരവണിക്കടവ് ആണെന്നും വാദിക്കാവുന്നതാണ്. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ. പണ്ട് നെയ്യാറിൽ നിന്ന് കിട്ടിയ ഒരു കൃഷ്ണശില വച്ച് ആരാധിക്കുകയായിരുന്നു ഒരു ഭക്ത. ഇതറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ അതിനെ നെയ്യാറിന്റെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നും അങ്ങനെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രൂപം കൊണ്ടത് എന്നുമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ. സന്താപമാറ്റു കൃഷ്ണ സ്നേഹ സന്മാർഗമേകു കൃഷ്ണ സായുജ്യ രാമകൃഷ്ണ എന്റെ ശ്രീവത്സധാരി കൃഷ്ണ. നിരവധി ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. ഒരിക്കൽ അതിഘോരമായ വരൾച്ചക്കാലം. ഈ പ്രദേശത്തെ ജലാശയങ്ങൾ വറ്റി വരണ്ടു. ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് പോലും ജലം കിട്ടാതായി. ഭക്തയായ ഒരു വൃദ്ധ മനം നൊന്ത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചതോടെ നെയ്യാർ ജലം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് നെയ്യാർ ജലസമൃദ്ധമായത്. ഇന്ന് നെയ്യാറിൽ ഒഴുകുന്നത് ജലമാണെങ്കിലും അതിൽ ഭക്തിയുടെയും വിശ്വാസങ്ങളുടെയും ഒരു നെയ്ക്കിനിവുണ്ട്. യദുവംശപാഹി കൃഷ്ണ ഭക്തപരിപാലനാഥ കൃഷ്ണ. കൃഷ്ണനെ പ്രാർത്ഥിച്ചതായി പറയുന്ന വൃദ്ധ ഒരു ദിവസം ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഗോക്കളോടൊപ്പം നീന്തിക്കളിക്കുന്ന കൃഷ്ണനെ കാണാനിടയായെന്നും അത് പരസ്യപ്പെടുത്തിയത് കാരണം അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും ആ കഥ നീളുന്നു. വേണാട്ടരജനും തിരുവിതാംകൂറിന്റെ സ്ഥാപകനുമായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പഞ്ചലോഹത്തിലുള്ള ഇവിടത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ക്ഷേത്രം വിപുലമാക്കുന്നതും. ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകൾ അറിയാൻ ഹയബാദ ധ്വനികൾ ഇന്നും അനുരണനം ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം ചുറ്റിവരാം. മാധവ
തിരുവിതാംകൂർ രാജവംശത്തിൽ അധികാര വടംവലി നടക്കുന്ന കാലം. മരുമക്കത്തായം നിലനിന്നിരുന്നതിനാൽ അടുത്ത അവകാശി മാർത്താണ്ഡവർമ്മയായിരുന്നു. എന്നാൽ 8 വീട്ടിൽ പിള്ളമാരും ചില മാടമ്പിമാരും തമ്പിമാരുടെ നേതൃത്വത്തിൽ കലാപം ആരംഭിച്ചു. അവർ മാർത്താണ്ഡവർമ്മയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ശത്രുക്കളാൽ പിന്തുടരപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മാർത്താണ്ഡവർമ്മ. കരകവിഞ്ഞൊഴുകിയിരുന്ന നെയ്യാർ കടന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ശത്രുക്കളുടെ കയ്യിൽ പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ശ്രീപത്മനാഭനെ വിളിച്ചു പ്രാർത്ഥിച്ചു. വിളികേട്ടെത്തിയ ഒരു ബാലൻ ഒരു വലിയ പ്ലാവിന്റെ പൊത്തു ചൂണ്ടി അവിടെ വിശ്രമിച്ചുകൊള്ളുവാൻ ഉപദേശിച്ചു. അങ്ങനെ പ്ലാവിന്റെ പൊത്തിൽ ഒളിച്ചിരുന്ന് യുവരാജാവ് ജീവൻ രക്ഷിച്ചു. പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ ബാലൻ നിന്ന സ്ഥാനത്ത് കണ്ടത് ഒരു കൃഷ്ണശിലയായിരുന്നു. അതിനാൽ തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ എന്നുറപ്പിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രനടയിലെത്തുകയും അമ്മച്ചിപ്ലാവിനെ ആദരിക്കുകയും പഞ്ചലോഹത്തിൽ കൃഷ്ണവിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു രാജവംശത്തിന്റെ നിർണായകമായ വഴിത്തിരിവ് സൂചിപ്പിക്കുന്ന ശിലാലിഖിതമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മീനമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുക. 10ാം ദിവസം രോഹിണി നാളിൽ ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു. അന്നേ ദിനമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് കൊടിയേറുന്നത്. ഭഗവാന്റെ തൃക്കൈകളിൽ വെണ്ണയും കദളിപ്പഴവും വച്ചാണ് നിവേദ്യം നടത്തുക. തൃക്കൈ വെണ്ണ ഉദരരോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറായി കാണുന്ന കൊട്ടാരം മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ചതാണ്. ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ താമസിക്കാനാണ് ഇത് പണിതത്. ചരിത്രത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഇരുണ്ട അധ്യായങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന നെയ്വിളക്കായി നെയ്യാർ ശോഭിക്കുമ്പോൾ കരയിൽ ഒരു സംസ്കാരത്തിന്റെ സ്മാരകമായി പ്രൗഢഗംഭീരമായ ഈ മഹാക്ഷേത്രം നിലനിൽക്കുന്നു.